ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മളിവിടെ യൂസ് ചെയ്യണത് മറ്റേ റെഡിമെയ്ഡ് പാക്കറ്റ് പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് പാക്കറ്റ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ട്. അതെടുത്ത് നമ്മളത് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അത് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നമ്മൾ കുറുക്കിയെടുക്കാം. നമ്മളിവിടെ 1 കിലോ വട്ടയപ്പ പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ 2 പാക്കറ്റും പൊട്ടിച്ചിട്ടു അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചു. ഇനി അത് നന്നായി കുറുക്കിയെടുക്കണം. നമ്മൾ അത് കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ അടിയിലത് ഇങ്ങനെ കട്ട കെട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ആ മിക്സ് നന്നായി കുറുക്കി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ ഇത് വന്നേക്കണം, തിളച്ച് നന്നായി കുറുക്കി വന്നിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇതിനിടയിൽ നമുക്ക് നാളികേരം ചേർക്കാം. നമുക്ക് 1 നാളികേരം വേണം കേട്ടോ ഇതിന്. അത് മിക്സിയിലിട്ട് നമ്മൾ നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ വട്ടയപ്പ പൊടി ഉണ്ടല്ലോ, അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. അത് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ച് നമ്മൾ മിക്സ് ഉണ്ടല്ലോ, അത് തണുത്ത് കഴിഞ്ഞു അതായിരിക്കും ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളൊരു അബദ്ധം ചെയ്തു. ഞങ്ങൾ ആ കുറുക്കി വെച്ച ആ മിക്സിലേക്ക് തന്നെ പൊടി ആദ്യം ഇട്ടു. പിന്നെയാണ് ആലോചിച്ചത് അത് പൊന്തി വരുമ്പോൾ ആ പാത്രത്തിൽ കൊള്ളില്ല എന്ന്. അപ്പം അങ്ങനെ പൊടി മാറ്റി. അതാണ് കേട്ടോ ആ മിക്സിയിലെ പൊടി ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക, ഒരു ലേശം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ളത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, പഞ്ചസാരയുടെ ഇത് കൂടി നമ്മൾ നോക്കണം. പഞ്ചസാര അലിയുമ്പോൾ വെള്ളം കൂടുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ തേങ്ങ അടിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതുകൂടി നമ്മൾ ഇട്ട് കൊടുത്ത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായി ഇളക്കി ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. അപ്പോൾ അതേ നമ്മുടെ മാവ് നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ജീരകം പൊടിച്ചതും പിന്നെ കാഷ്നട്ട് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഏത് പാത്രത്തിലാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ ഒത്തിരി വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ വല്ല കാഷ്നട്ടോ പിന്നെ കിസ്മിസോ ഒക്കെ ഇടേണ്ടവർക്ക് ഇടാം കേട്ടോ. അതുപോലെ ചെറി ഒക്കെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത കാഷ്നട്ടും ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മണത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ നമ്മുടെ, ആ ഇഡ്ഡലി പാത്രത്തിൽ നമുക്ക് ഇത് ഇങ്ങനെ ആ കിണ്ണമൊക്കെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് വേവിക്കുന്നത്. പിന്നെ എല്ലാവരും ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ എല്ലാവരും? അപ്പോൾ നമുക്കിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ആവി ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നമുക്കിനി അത് ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വയ്ക്കാം. അതാ ആവി വന്നിട്ടുണ്ട്. ഇനി അത് ഇറക്കി വെച്ച് ജസ്റ്റ് അത് മൂടിയാൽ മതി. അത് അതിലിരുന്ന് വെന്തോളും. നമുക്ക് നല്ല പൂ പോലത്തെ വട്ടയപ്പാണ് കേട്ടോ കിട്ടിയിരുന്നത്. നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വട്ടയപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.